ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലേണേഴ്സ് ചോദ്യാവലിയിലെ 13 ലെവൽ വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ 14ാമത്തെ ലെവലാണ് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ നിയമമൂലം നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ ബി ഇന്ധനമാറ്റം അനുവദനീയമല്ല, ഓപ്ഷൻ സി ആധുനിക LPG ഇൻബിൽറ്റ് മോൾഡുകളുടെ കാര്യത്തിൽ പോലും ഉപയോഗിക്കാൻ കഴിയില്ല, ഓപ്ഷൻ ഡി അധികാരികളുടെ സാക്ഷ്യപത്രത്തിന് ശേഷം ഉപയോഗിക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അധികാരികളുടെ സാക്ഷ്യപത്രത്തിന് ശേഷം ഉപയോഗിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കെട്ടിവലിക്കുന്നത് ഡാഷിന് മാത്രം അനുവദനീയമാണ്. ഓപ്ഷൻ എ യന്ത്രിക തകരാറുള്ള വാഹനങ്ങൾ, ഓപ്ഷൻ ബി രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ, ഓപ്ഷൻ സി രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, യന്ത്രിക തകരാറുള്ള വാഹനങ്ങൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംസ്ഥാനത്ത് നൽകിയ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് സാധുവാണ് എവിടെ? ഓപ്ഷൻ എ ഇന്ത്യയിലുടനീളം, ഓപ്ഷൻ ബി ലോകമെമ്പാടും, ഓപ്ഷൻ സി ഇഷ്യൂ സംസ്ഥാനത്ത് മാത്രം, ഓപ്ഷൻ ഡി ഇന്ത്യയിലുടനീളവും പരസ്പര കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്ത്യയിലുടനീളം. നാലാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഒരേ സമയം എത്ര ഡ്രൈവിംഗ് ലൈസൻസ് വരെ കയ്യിൽ വയ്ക്കാം? ഓപ്ഷൻ എ പരമാവധി 3 ലൈസൻസ്, ഓപ്ഷൻ ബി ഒന്നിലധികം തരം വാഹനങ്ങൾ ഓടിക്കാവുന്ന ഒറ്റ ലൈസൻസ്, ഓപ്ഷൻ സി എത്ര ലൈസൻസും ആകാം, എന്നിരുന്നാലും ഓരോ ലൈസൻസിലും ഒരു ക്ലാസ് വാഹനത്തെ മാത്രമേ അനുവദിക്കുള്ളൂ. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒന്നിലധികം തരം വാഹനങ്ങൾ ഓടിക്കാവുന്ന ഒറ്റ ലൈസൻസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സാധുവായ ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വാഹനം ഓടിക്കാൻ മോട്ടോർ വാഹനം നൽകാമോ? ഓപ്ഷൻസ്: നൽകാം, കാരണം ഡ്രൈവർ മാത്രമാണ് ഉത്തരവാദി. ഓപ്ഷൻ ബി, നൽകാം, ആ വ്യക്തി ഡ്രൈവിംഗ് വിദഗ്ധനാണെങ്കിൽ. ഓപ്ഷൻ സി, വാഹനം അപകടത്തിൽപ്പെട്ടാൽ മാത്രം കുറ്റം. ഓപ്ഷൻ ഡി, ഇല്ല, കാരണം വാഹനത്തിൻ്റെ ചുമതലയുള്ള വ്യക്തിയും ബാധ്യസ്ഥനാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇല്ല, കാരണം വാഹനത്തിൻ്റെ ചുമതലയുള്ള വ്യക്തിയും ബാധ്യസ്ഥനാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ഹെഡ്ലൈറ്റുകൾക്ക് പുറമെ അധിക ഹെഡ്ലൈറ്റ് ഘടിപ്പിക്കാൻ ആകുമോ? ഓപ്ഷൻ എ, നൽകാം, അധിക വെളിച്ചം റോഡിനെ തെളിച്ചമുള്ളതാക്കുന്നു. ഓപ്ഷൻ ബി, നൽകാം, വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിന് കാഴ്ച കുറവുള്ളപ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരെണ്ണം ചേർക്കാം. ഓപ്ഷൻ സി, ഇല്ല, അധിക ലൈറ്റുകൾ പാടില്ല. ഓപ്ഷൻ ഡി, വാഹനത്തിൻ്റെ അടിഭാഗത്ത് നൽകാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇല്ല, അധിക ലൈറ്റുകൾ പാടില്ല. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, റിയർ വ്യൂ മിററിൽ എന്തെങ്കിലും തൂക്കിയിടുന്നത്. ഓപ്ഷൻ എ നിയമപരമായി തെറ്റാണ്. ഓപ്ഷൻ ബി, അതിൻ്റെ വലിപ്പം അനുസരിച്ച് അനുവദനീയമാണ്. ഓപ്ഷൻ ബി, ഒബ്ജക്റ്റ് ഡ്രൈവറുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നില്ലെങ്കിൽ അനുവദനീയമാണ്. ഓപ്ഷൻ ഡി, വസ്തു മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് തടസ്സമാകുന്നില്ലെങ്കിൽ അനുവദനീയമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നിയമപരമായി തെറ്റാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രൈവർമാർ ഹോൺ മുഴക്കരുത്. ഓപ്ഷൻ എ, വൺ വേ റോഡിൽ, ഓപ്ഷൻ ബി, പ്രധാന റോഡിൽ, ഓപ്ഷൻ സി, നിശബ്ദ മേഖലയിൽ, ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നിശബ്ദ മേഖലയിൽ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, രജിസ്ട്രേഷൻ നമ്പറുകൾ പ്രകാശിപ്പിക്കേണ്ടത് ഏത് കളർ ലൈറ്റ് കൊണ്ടാണ്? ഓപ്ഷൻ എ, ചുവന്ന വെളിച്ചം, ഓപ്ഷൻ ബി, വെളുത്ത വെളിച്ചം, ഓപ്ഷൻ സി, നീല വെളിച്ചം, ഓപ്ഷൻ ഡി, ആംബർ ലൈറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വെളുത്ത വെളിച്ചം. പത്താമത്തെ ക്വസ്റ്റ്യൻ, MV ആക്ട് 1988 സെക്ഷൻ 131 ഡ്രൈവറുടെ ചുമതലകൾ നിശ്ചയിക്കുന്നു. ഓപ്ഷൻ എ, ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ട ചുമതലയെ സംബന്ധിച്ച്. ഓപ്ഷൻ ബി, സിഗ്നലും സിഗ്നലിംഗ് ഉപകരണങ്ങളും സംബന്ധിച്ച്.
ഓപ്ഷൻ സി കാവൽക്കാരില്ലാത്ത റെയിൽവേ ലൈൻ ക്രോസുകളിലെ മുൻകരുതലുകളെ സംബന്ധിച്ച്. ഓപ്ഷൻ ഡി അപകടമുണ്ടായാൽ ഡ്രൈവറുടെ ഡ്യൂട്ടി സംബന്ധിച്ച്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കാവൽക്കാരില്ലാത്ത റെയിൽവേ ലൈൻ ക്രോസുകളിലെ മുൻകരുതലുകളെ സംബന്ധിച്ച്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ക്ലാസ് വാഹനത്തിലും ഓഡിയോ വിഷ്വൽ ഉപകരണങ്ങൾ അനുവദനീയമാണോ എങ്കിൽ ഏത് ക്ലാസ്സിൽ? ഓപ്ഷൻ എ അതേ സ്റ്റേജ് കാരേജ് ബസ്സുകളിൽ. ഓപ്ഷൻ ബി കോണ്ടാക്ട് കാരേജ് വാഹനങ്ങളിൽ. സി അതേ EIBയിൽ. ഓപ്ഷൻ ഡി ഒരു ക്ലാസ് വാഹനത്തിലും അനുവദനീയമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കോണ്ടാക്ട് കാരേജ് വാഹനങ്ങളിൽ. 12ാമത്തെ ക്വസ്റ്റ്യൻ, വാഹനം ഓടിക്കുമ്പോൾ രക്തത്തിൽ മദ്യത്തിൻ്റെ അളവ് ഡാഷ് കൂടിയാൽ ശിക്ഷാർഹമാണ്. ഓപ്ഷൻ എ 100 ml രക്തത്തിൽ 30 mgയിൽ കൂടുതലായാൽ. ഓപ്ഷൻ ബി 100 ml രക്തത്തിൽ 30 mgയിൽ കുറവായാൽ. ഓപ്ഷൻ സി 100 ml രക്തത്തിൽ 100 mgയിൽ കൂടുതലായാൽ. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 100 ml രക്തത്തിൽ 30 mgയിൽ കൂടുതലായാൽ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രൈവറുടെ അരികിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന വ്യക്തികൾ വാഹനത്തെ നിയന്ത്രിക്കാൻ അസൗകര്യമുണ്ടാക്കുന്നു എങ്കിൽ. ഓപ്ഷൻ എ RTOയുടെ അനുമതിയോടെയാണ് അനുവദിക്കാം. ഓപ്ഷൻ ബി അനുവദനീയമല്ല. ഓപ്ഷൻ സി അടിയന്തര സാഹചര്യങ്ങൾ അനുവദനീയമാണ്. ഓപ്ഷൻ ഡി ഒരു കുറ്റമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അനുവദനീയമല്ല. 14ാമത്തെ ക്വസ്റ്റ്യൻ, വാണിജ്യ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൻ്റെ നിറം. ഓപ്ഷൻ എ മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരം. ഓപ്ഷൻ ബി കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരം. ഓപ്ഷൻ സി വെളുത്ത പ്രതലത്തിൽ കറുത്ത അക്ഷരം. ഓപ്ഷൻ ഡി മഞ്ഞ പ്രതലത്തിൽ വെള്ള അക്ഷരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരം. 15ാമത്തെ ക്വസ്റ്റ്യൻ, ലേണേഴ്സ് കരസ്ഥമാക്കിയതിന് ശേഷം കുറഞ്ഞത് എത്ര ദിവസത്തിന് ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകുന്നത്? ഓപ്ഷൻ എ 7 ദിവസം. ഓപ്ഷൻ ബി 30 ദിവസം. ഓപ്ഷൻ സി 60 ദിവസം. ഓപ്ഷൻ ഡി 90 ദിവസം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 30 ദിവസം. 16ാമത്തെ ക്വസ്റ്റ്യൻ, മോട്ടോർ കാറിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ നിറം. ഓപ്ഷൻ എ കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരം. ഓപ്ഷൻ ബി മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരം. ഓപ്ഷൻ സി കറുത്ത പ്രതലത്തിൽ വെള്ള അക്ഷരം. ഓപ്ഷൻ ഡി വെളുത്ത പ്രതലത്തിൽ കറുത്ത അക്ഷരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വെളുത്ത പ്രതലത്തിൽ കറുത്ത അക്ഷരം. 17ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഒരു ഇടുങ്ങിയ പാലത്തെ സമീപിക്കുമ്പോൾ മറ്റൊരു വാഹനം എതിർവശത്ത് നിന്ന് പ്രവേശിക്കാൻ പോവുകയാണെങ്കിൽ. ഓപ്ഷൻ എ വേഗത കൂട്ടുക. ഓപ്ഷൻ ബി ഹെഡ്ലൈറ്റ് ഇട്ട് പാലം കടക്കുക. ഓപ്ഷൻ സി മറ്റേ വാഹനം പാലം കടക്കുന്നത് വരെ കാത്തിരിക്കുക, തുടർന്ന് മുൻപോട്ട് പോകുക. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മറ്റേ വാഹനം പാലം കടക്കുന്നത് വരെ കാത്തിരിക്കുക, തുടർന്ന് മുന്നോട്ട് പോകുക. 18ാമത്തെ ക്വസ്റ്റ്യൻ, LMV വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ പ്രായം എത്ര? ഓപ്ഷൻ എ 16 വയസ്സ്. ഓപ്ഷൻ ബി 18 വയസ്സ്. ഓപ്ഷൻ സി 20 വയസ്സ്. ഓപ്ഷൻ ഡി 21 വയസ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 18 വയസ്സ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഹോൺ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ ആരാധനാലയങ്ങൾക്ക് സമീപം. ഓപ്ഷൻ ബി ആശുപത്രിക്ക് സമീപം, കോടതികൾ. ഓപ്ഷൻ സി പോലീസ് സ്റ്റേഷന് സമീപം. ഓപ്ഷൻ ഡി ജംഗ്ഷനുകളിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആശുപത്രിക്ക് സമീപം, കോടതികൾ. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്വകാര്യ വാഹനത്തിൻ്റെ രേഖകൾ. ഓപ്ഷൻ എ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, GCR, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, PUC സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ ബി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, നികുതി, ടോക്കൺ, PUC സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ സി
രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, PUC സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ ഡി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, GCR, പെർമിറ്റ്, PUC സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ടാക്സ് ടോക്കൺ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, നികുതി, ടോക്കൺ, PUC സർട്ടിഫിക്കറ്റ്. 14ാമത്തെ ലെവലും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ലെവൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.